ഡിയർ ഫ്രണ്ട്സ്, നീനാസ് PSC പോയിൻറ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. പ്രിയാമ്പിൾ എന്നാൽ ഇൻട്രഡക്ടറി സ്റ്റേറ്റ്മെൻറ്റ്, അതായത് മുഖവുര. പ്രിയാമ്പുലസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് പ്രിയാമ്പിൾ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ഉത്ഭവം. വാക്കിംഗ് ബിഫോർ, മുമ്പേ നടക്കുന്നത് എന്നാണ് പ്രിയാമ്പുലസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം. ഭരണഘടനയുടെ ആശയങ്ങൾ, ആദർശങ്ങൾ, തത്വങ്ങൾ, ലക്ഷ്യങ്ങൾ, ഉപയോഗങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് ഭരണഘടനയുടെ ആമുഖം. ഇനിയൊരു പ്രധാനപ്പെട്ട ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഭരണഘടനയുടെ ലക്ഷ്യങ്ങളും തത്വങ്ങളും എന്തായിരിക്കണം എന്ന് വിശദീകരിക്കുന്ന ലക്ഷ്യപ്രമേയത്തിന് 1947 ജനുവരി 22 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അംഗീകാരം നൽകി. ലക്ഷ്യപ്രമേയം അടിസ്ഥാനമാക്കി ആണ് ആമുഖം തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. മറ്റൊരു ചോദ്യം: ആമുഖം എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത്? എഴുതപ്പെട്ട ആദ്യ ഭരണഘടന എന്നറിയപ്പെടുന്ന അമേരിക്കൻ ഭരണഘടനയുടെ ആമുഖത്തെ ആധാരമാക്കിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഡിസൈൻ ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ ബിയോഹർ രാം മനോഹർ സിൻഹ. ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്ത ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നന്ദലാൽ ബോസിൻ്റെ ശിഷ്യനാണ് രാം മനോഹർ സിൻഹ. ആമുഖമടക്കം ഭരണഘടന ഇംഗ്ലീഷിൽ എഴുതിയ കാലിഗ്രാഫർ പ്രേം ബിഹാരി നരയൻ റൈസാദ. ആമുഖത്തിൻ്റെ ഡിസൈനർ രാം മനോഹർ സിൻഹ. ഇനി ആമുഖത്തിൻ്റെ ചില വിശേഷണങ്ങൾ. നമ്മുടെ പരമാധികാര ജനാധിപത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് വിശേഷിപ്പിച്ചത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായിരുന്ന KM മുൻഷി. 2024 ഓഗസ്റ്റിൽ നടന്ന ഹൗസിംഗ് ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയിലെ ഒരു ചോദ്യം: ഹൂ സെഡ് ദാറ്റ് ദ പ്രിയാമ്പിൾ ഈസ് ദ ഹൊറോസ്കോപ്പ് ഓഫ് അവർ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്? ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് അഥവാ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് KM മുൻഷി. ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഭരണഘടനാ വിദഗ്ധനായ NA പൽക്കിവാല. NA പൽക്കിവാല നൽകിയ വിശേഷണം ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്. സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ജുവൽ സെറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയിലേക്കുള്ള താക്കോൽ, ഭരണഘടനയുടെ രത്നം എന്നീ വിശേഷണങ്ങൾ നൽകിയത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗമായിരുന്ന താക്കൂർദാസ് ഭാർഗവ. ഭരണഘടനയുടെ ആത്മാവ്, രത്നം, ഭരണഘടനയിലേക്കുള്ള താക്കോൽ എന്നൊക്കെ പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ. Preamble is the expression of what we had thought or dreamt so long. Preamble is the expression of what we had thought or dreamt so long. ഇന്ത്യക്കാരുടെ വളരെ കാലമായുള്ള സ്വപ്നങ്ങളുടെ പ്രകാശനം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായിരുന്ന അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. വളരെ കാലമായുള്ള സ്വപ്നങ്ങളുടെ പ്രകാശനം ഇങ്ങനെ വിശേഷിപ്പിച്ചത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അടുത്തത് ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ ഏണസ്റ്റ് ബാർക്കർ നൽകിയ വിശേഷണം.
കീ നോട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കീ നോട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയുടെ സാരാംശമാണ് ആമുഖം എന്ന വിശേഷണം നൽകിയത് ഏണസ്റ്റ് ബാർക്കർ. കീ നോട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണോ? സുപ്രീം കോടതി പല കേസുകളിലായി ചർച്ച ചെയ്ത വിഷയമാണിത്. അവയിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ കേസാണ് 1960 ബറുബാരി യൂണിയൻ കേസ്. പശ്ചിമ ബംഗാളിലെ ബറുബാരി എന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടാക്കിയ കരാർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതാണ് ബറുബാരി കേസ്. ഈ കേസിൻ്റെ ഭാഗമായി സുപ്രീം കോടതി പറഞ്ഞു, ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സ് തുറക്കാനുള്ള താക്കോലാണ് ആമുഖം. എന്നാൽ ആമുഖത്തെ ഭരണഘടനയുടെ ഭാഗമായി കാണേണ്ടതില്ല. ആമുഖം ഭേദഗതി ചെയ്യാനും കഴിയില്ല. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, ഭരണഘടനാ തത്വങ്ങളുടെ പഠനത്തിനുള്ള സഹായി മാത്രമാണ്. ആമുഖം ഭേദഗതി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കേസ് ബറുബാരി കേസ്. ബറുബാരി കേസിൻ്റെ വർഷം 1960. അടുത്തത് 1967 ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസ്. പാർലമെൻറ്റിന് മൗലികാവകാശങ്ങളൊന്നും വെട്ടിച്ചുരുക്കാൻ കഴിയില്ല. ഭേദഗതി നടപടിക്രമം വിശദീകരിക്കുന്ന 368 അനുച്ഛേദം ഉപയോഗിച്ചു പോലും മൗലികാവകാശങ്ങൾ വെട്ടിച്ചുരുക്കാനോ ഇല്ലാതാക്കാനോ പാർലമെൻറ്റിന് അധികാരം ഇല്ല. ഇതായിരുന്നു ഗോലക്നാഥ് കേസിലെ സുപ്രധാന വിധി. അടുത്തത് ഭരണഘടന 24 ഭേദഗതി നിയമം 1971. മൗലികാവകാശങ്ങൾ വെട്ടിച്ചുരുക്കാൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്ന ഗോലക്നാഥ് കേസിലെ സുപ്രീം കോടതി വിധി മറികടക്കാൻ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസാക്കിയെടുത്ത നിയമമാണ് 1971 24 ഭരണഘടനാ ഭേദഗതി നിയമം. മൗലികാവകാശങ്ങളടക്കം ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നതാണ് ഭരണഘടനയുടെ 24th അമെൻമെൻറ്റ്. അടുത്തത് 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസ്. സുപ്രീം കോടതിയുടെ ചരിത്രത്തിലാദ്യമായി 13 ജഡ്ജിമാരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിലെ വിധി പ്രഖ്യാപിച്ചത്. ഭരണഘടനയുടെ മറ്റു ഭാഗങ്ങളെ അംഗീകരിച്ചതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അംഗീകരിച്ചതാണ് ആമുഖം എന്നും ഭരണഘടനയുടെ ചട്ടങ്ങളുടെയും വ്യവസ്ഥകളുടെയും വ്യാഖ്യാനത്തിൽ ആമുഖം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതിനാൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ്. ഭരണഘടനയുടെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ ബേസിക് സ്ട്രക്ചർ അഥവാ അടിസ്ഥാന ഘടനയ്ക്ക് മാറ്റം വരുത്താതെ ആമുഖവും ഭേദഗതി ചെയ്യാം. ആമുഖവും ഭേദഗതി ചെയ്യാം എന്ന വിധിന്യായം ഉണ്ടായ കേസ് കേശവാനന്ദ ഭാരതി കേസ്, വർഷം 1973. ഓർക്കുക, ആമുഖം അമെൻഡബിൾ ആണ്, എന്നാൽ നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. അതായത് ആമുഖത്തിന് ഭേദഗതി വരുത്താം, അമെൻഡ് ചെയ്യാം, എന്നാൽ ആമുഖത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. ആമുഖം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം. അതിനുവേണ്ടി പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 42nd അമെൻമെൻറ്റ് ആക്ട് 1976. ഇതുവരെയായി ആമുഖം ഭേദഗതി ചെയ്തത് ഒരു പ്രാവശ്യം, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഭേദഗതി ചെയ്ത വർഷം 1976. അക്കാലത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത് 3 വാക്കുകളാണ്. അവ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി
ഇവയിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ രണ്ട് വാക്കുകൾ ചേർത്തത് സോവറീൻ എന്ന വാക്കിൻ്റെ പിന്നാലെയാണ്. അങ്ങനെ സോവറീൻ എന്നത് സോവറീൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നായി മാറി. ഇൻ്റഗ്രിറ്റി എന്ന വാക്ക് ചേർത്തത് ഫ്രറ്റേണിറ്റി എന്ന ഭാഗത്തെ യൂണിറ്റി ഓഫ് നേഷൻ എന്നത് മാറ്റി യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് നേഷൻ എന്നാക്കി മാറ്റിയാണ്. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നിവ ചേർത്തത് സോവറിൻ്റെ ശേഷം. ഇൻ്റഗ്രിറ്റി ചേർത്തത് യൂണിറ്റി ഓഫ് നേഷൻ എന്ന ഭാഗത്ത്. ഇനി ആമുഖത്തിലെ വരികൾ. ആമുഖത്തിലെ ആദ്യ വരികളാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആമുഖത്തിലെ വി എന്നതിനർത്ഥം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ സോഴ്സ് അല്ലെങ്കിൽ അധികാര സ്രോതസ് ആര് എന്ന് ചോദിച്ചാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങളുടെ പേരിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിർമ്മിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിലെ അടുത്ത 5 പ്രധാന വാക്കുകളാണ് സോവറീൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നിവ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്വഭാവം, നേച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വ്യക്തമാക്കുന്നവയാണ് ഈ വാക്കുകൾ: സോവറീൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. അടുത്ത 4 പ്രധാന വാക്കുകൾ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നവയാണ് ഈ വാക്കുകൾ: ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആമുഖത്തിൽ അവസാനമായി വരുന്നത് തീയതിയാണ്. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ദിസ് 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution എന്നാണ് ആമുഖം അവസാനിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഭരണഘടന നമ്മൾ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ സമർപ്പിക്കുകയും ചെയ്ത ദിവസമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 26th November 1949. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ തീയതി 1949 നവംബർ 26. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. ഇങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത്. 1949 നവംബർ 26 ആമുഖത്തിൽ ഉണ്ടായിരുന്നത് സോവറീൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നായിരുന്നു. 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത്. അങ്ങനെ സോവറീൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നായി മാറി. സോവറീൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ഇവ ക്രമത്തിൽ പഠിക്കണം. പരീക്ഷയിൽ ഈ ക്രമം ചോദിച്ചിട്ടുണ്ട്. അതിനായൊരു കോഡ്: സോവിൻ സോഷി സ്കിൻ ഡോക്ടർ, സോവിൻ സോഷി സ്കിൻ ഡോക്ടർ, സോവിൻ സോവറീൻ, സോഷി സോഷ്യലിസ്റ്റ്, സ്കിൻ സെക്യുലർ, ഡോക്ടറിൻ്റെ ഷോർട്ട് ഫോമായ DR-ലെ ഡി ഡെമോക്രാറ്റിക്, R റിപ്പബ്ലിക്. സോവിൻ സോഷി സ്കിൻ ഡോക്ടർ, സോവിൻ സോവറീൻ, സോഷി സോഷ്യലിസ്റ്റ്, സ്കിൻ സെക്യുലർ, ഡോക്ടറിലെ ഡി ഡെമോക്രാറ്റിക്, R റിപ്പബ്ലിക്. ആദ്യപദമായ സോവറീൻ. ഇന്ത്യ ഒരു പരമാധികാര സ്വതന്ത്ര രാഷ്ട്രമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു ബാഹ്യശക്തിക്കും ഇടപെടാൻ കഴിയില്ല എന്നർത്ഥമാക്കുന്ന പദമാണ് സോവറീൻ. ഇന്ത്യയുടെ ഭരണത്തിൻ്റെ സുപ്രീം അതോറിറ്റി പബ്ലിക്കാണ്, അതായത് ഇന്ത്യയിലെ ജനങ്ങളാണ്. സോഷ്യലിസ്റ്റ്. 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ ചേർത്ത പദമാണ് സോഷ്യലിസ്റ്റ്. സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ഒരു ക്ഷേമരാഷ്ട്രം വിഭാവനം ചെയ്യുന്നു. ദാരിദ്ര്യം, അജ്ഞത, അവസര അസമത്വങ്ങൾ
എന്നിവ സമൂഹത്തിൽ ഇല്ലായ്മ ചെയ്ത് സാമൂഹിക സാമ്പത്തിക സമത്വം നേടുക എന്നതാണ് സോഷ്യലിസ്റ്റ് ആശയത്തിൻ്റെ ലക്ഷ്യം. സെക്യുലർ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മറ്റൊരു വാക്കാണ് സെക്യുലർ. രാഷ്ട്രത്തിന് സ്വന്തമായ മതമില്ല, വ്യക്തികൾക്ക് ഏതു മതത്തിലും വിശ്വസിക്കാം, പ്രചരിപ്പിക്കാം എന്ന് സെക്യുലർ വ്യക്തമാക്കുന്നു. എല്ലാ മതങ്ങൾക്കും ഭരണകൂടത്തിൽ നിന്ന് തുല്യമായ സംരക്ഷണവും ബഹുമാനവും പിന്തുണയും ലഭിക്കുന്നു എന്ന് സെക്യുലർ ഉറപ്പാക്കുന്നു. ഡെമോക്രാറ്റിക്. ഡെമോ മീൻസ് പീപ്പിൾ, ക്രസി മീൻസ് റൂൾ. ഡെമോക്രസി എന്നാൽ ജനങ്ങളുടെ ഭരണം. ജനങ്ങൾ വോട്ട് ചെയ്താണ് സർക്കാർ ഉണ്ടാക്കുന്നത്. റിപ്പബ്ലിക്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. രാജഭരണം പോലെ പാരമ്പര്യമല്ല, ജനങ്ങളാണ് രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുക്കുന്നത്. ഓർക്കുക, ഭരണഘടനയുടെ അധികാര സ്രോതസ് ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. രാഷ്ട്രത്തിൻ്റെ സ്വഭാവം സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇതിനുശേഷം ആമുഖം ഇങ്ങനെ തുടരുന്നു. ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, ആൻഡ് to promote among them all fraternity, assuring the dignity of the individual and unity and integrity of the nation. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: എല്ലാ പൗരന്മാർക്കും ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി എന്നിവ ലഭിക്കാനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്താനും. ഇവിടെയാണ് ഭരണഘടനയുടെ 4 ലക്ഷ്യങ്ങളെപ്പറ്റി പറയുന്നത്: ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ലക്ഷ്യങ്ങളിൽ ആദ്യം പറഞ്ഞത് ജസ്റ്റിസ്. 3 തരം ജസ്റ്റിസാണ് പറഞ്ഞിട്ടുള്ളത്: സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സാമൂഹ്യനീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി. ഇതോടൊപ്പം ഓർക്കുക, ജസ്റ്റിസ് എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ്. ജസ്റ്റിസ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എത്തിച്ചേർന്നത് റഷ്യൻ ഭരണഘടനയിൽ നിന്ന്, ഇൻഡയറക്റ്റായി പറഞ്ഞാൽ റഷ്യൻ വിപ്ലവത്തിൽ നിന്ന്. അടുത്തത് ലിബർട്ടി. 5 തരം ലിബർട്ടിയുടെ പറയുന്നുണ്ട്: ലിബർട്ടി ഓഫ് തോട്ട്, ലിബർട്ടി ഓഫ് എക്സ്പ്രഷൻ, ലിബർട്ടി ഓഫ് ബിലീഫ്, ലിബർട്ടി ഓഫ് ഫെയ്ത്ത്, ലിബർട്ടി ഓഫ് വർഷിപ്പ്. ചിന്ത, ആശയപ്രകടനം, മതവിശ്വാസം, ദൈവവിശ്വാസം, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഈക്വാലിറ്റി. ഈക്വാലിറ്റി 2 തരം പറയുന്നു: ഈക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. സ്ഥിതി സമത്വം, അവസര സമത്വം എന്നിവ. അടുത്തത് ഫ്രറ്റേണിറ്റി അഥവാ സാഹോദര്യം. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം ഭരണഘടന പ്രൊമോട്ട് ചെയ്യുന്നു. ഈ ഭാഗത്താണ് ഇൻ്റഗ്രിറ്റി എന്ന വാക്ക് കൂട്ടിച്ചേർത്ത് യൂണിറ്റി ഓഫ് നേഷൻ എന്നത് യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് നേഷൻ എന്നാക്കി മാറ്റിയത്. ഇവിടെ ഒരു കാര്യം ഓർക്കുക: ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 4 ലക്ഷ്യങ്ങളിൽ ജസ്റ്റിസ് റഷ്യൻ വിപ്ലവവുമായും ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നിവ ഫ്രഞ്ച് വിപ്ലവവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നോർക്കുക. അവസാനമായി കുറച്ച് PSC ചോദ്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു. ആമുഖം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്ക.
ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് അറിയപ്പെടുന്നത് ഏത്? ആമുഖം. എന്നെ പൽക്കിവാലയാണ് ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡായി വിശേഷിപ്പിച്ചത്. നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ജാതകം ഇപ്രകാരം ആമുഖത്തെ വിശേഷിപ്പിച്ചതാര്? KM മുൻഷി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷവും മാസവും ദിവസവും ഏത്? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട വർഷം ഏത്? 1976. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ എഴുതി ചേർത്ത വാക്കുകൾ ഏവ? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുന്ന കാലത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. 1973 കേശവാനന്ദ ഭാരതി കേസിൽ ഏത് വിഷയം ഭരണഘടനയുടെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചത്? ആമുഖം. ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ ഉൾപ്പെടാത്ത ആശയം ഏത്? 4 ഓപ്ഷൻസ്. A. ഭരണഘടനയുടെ പരമാധികാരം. B. രാജ്യത്തിൻ്റെ ഐക്യവും പരമാധികാരവും. C. ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവം. D. ലോക്സഭയുടെ അധികാരങ്ങൾ. ഇവയിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽപ്പെടാത്തത് ലോക്സഭയുടെ അധികാരങ്ങൾ. ബാക്കി 3 ബേസിക് സ്ട്രക്ചറിൽ പെടുന്ന ആശയമാണ്. അടുത്തത് 2024 സെപ്റ്റംബറിൽ നടന്ന ഒരു LDC ചോദ്യം. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1. ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. 2. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. 3. സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. ഇവയിൽ 2ഉം 3ഉമാണ് ശരി. 2 എന്നത് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖത്തിൻ്റെ തുടക്കം. സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു എന്നതും ആമുഖത്തിലുള്ളതാണ്. അവസാനമായി, സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. സ്കൂൾ പാഠപുസ്തകത്തിൽ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. ഡിയർ ഫ്രണ്ട്സ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെപ്പറ്റിയുള്ള ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.